നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമേരിക്കയുമായുള്ള വ്യാപാര കമ്മി കുറയുമെന്ന് ക്രിസിൽ. ഊർജം, കൃഷി, പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി വർദ്ധിക്കുമെന്നും റിപ്പോർട്ട്. FMCG കമ്പനികൾ അതിവേഗ വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ട്. കരുത്താവുക അവശ്യ വസ്തുവിലയിലെ ഇടിവ്. വെള്ളിവില കുതിപ്പിലേക്കെന്ന് റിപ്പോർട്ട്. ആവശ്യകതയിലുണ്ടായ വർധനയും വെള്ളി ലഭ്യത കുറവുമാണ് വിലക്കയറ്റത്തിന് പിന്നിൽ. ചൈന +1 നയത്തിന്റെ പ്രതിഫലനം രാജ്യത്തെ ഫാർമ മേഖലയിൽ പ്രകടമാണെന്ന് ഗോൾഡ്മാൻ സാക്സ്. നിക്ഷേപ താൽപര്യം പ്രകടിപ്പിക്കുന്ന കമ്പനികളുടെ എണ്ണത്തിൽ വർധന. ലുലു ഗ്രൂപ്പിന്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് ശനിയാഴ്ച പ്രവർത്തനം തുടങ്ങും. 30,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന പദ്ധതിയാണിത്. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 700.4 പോയിന്റ് അഥവാ 0.85% ഉയർന്ന് 82,755.51 നിഫ്റ്റി 200.4 പോയിന്റ് അഥവാ 0.8% ഉയർന്ന് 25,244.75 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ ഭാരത് ഇലക്ട്രോണിക്സ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവ ഇടിവ് രേഖപ്പെടുത്തി. ടൈറ്റാൻ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഇൻഫോസിസ്, പവർ ഗ്രിഡ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഭാരതി എയർടെൽ എന്നിവ നേട്ടമുണ്ടാക്കി. സെക്ടറൽ സൂചികകളിൽ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഉഭയകക്ഷി വ്യാപാര കരാർ വരുന്നതോടെ അമേരിക്കയുമായുള്ള രാജ്യത്തിന്റെ വ്യാപാര കമ്മി കുറയുമെന്ന് ക്രിസിൽ. ഊർജം, കൃഷി, പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി വർദ്ധിക്കുമെന്നും റിപ്പോർട്ട്. സെപ്റ്റംബറോടെ ഇന്ത്യ-US വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ US-ഉമായുള്ള ഇന്ത്യയുടെ വ്യാപാര മിച്ചം $41.18 ബില്യൺ ആയിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളിയാണ് US. എങ്കിലും സ്മാർട്ട് ഫോൺ, ഫാർമ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി ഇനിയും ഇന്ത്യക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ഇന്ത്യക്ക് 26% പരസ്പര താരിഫ് ചുമത്തുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായിരുന്നു വ്യാപാര കമ്മി. അതേസമയം ഇസ്രയേൽ-ഇറാൻ യുദ്ധം വ്യാപാര ചർച്ചകളെ ബാധിക്കുമെന്ന ആശങ്കകളുമുണ്ട്. നിലവിൽ ഏതാനും വ്യാപാര മേഖലകളിൽ പൂർണ്ണ നികുതി ഇളവിനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ടെക്സ്റ്റൈൽസ്, രത്നം, ജ്വല്ലറി, തോൽ ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്, കെമിക്കൽ, മുന്തിരി, ഏത്തപ്പഴം, ചെമ്മീൻ എന്നിവയ്ക്ക് പൂർണ്ണമായും നികുതി ഒഴിവാക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. അതേസമയം വൈദ്യുത വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, വ്യവസായ ഉൽപ്പന്നങ്ങൾ, പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ, പാൽ, ആപ്പിൾ, വൈൻ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ഇറക്കുമതി ചുങ്കം കുറയ്ക്കണമെന്ന ആവശ്യം അമേരിക്കയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ FMCG കമ്പനികൾ അതിവേഗ വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ട്. കരുത്താവുക അവശ്യ വസ്തുവിലയിലെ ഇടിവ്. ആന്റിക് സ്റ്റോക്ക് ബ്രോക്കിംഗിന്റെ റിപ്പോർട്ടിലാണ് ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനികളെക്കുറിച്ച് പോസിറ്റീവ് പരാമർശമുണ്ടായത്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ മിക്ക കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ കുറവുണ്ടായി. പ്രത്യേകിച്ച് 2025 സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നല്ല വ്യത്യാസമാണ് ഉള്ളത്. കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് FMCG ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് FMCG ഉൽപ്പന്നങ്ങളിലെ പ്രധാന അസംസ്കൃത വസ്തുവായ ഗോതമ്പിന് 13% വിലയിടിവാണ് ഉണ്ടായത്. ബാർലി വിലയും 13% കുറഞ്ഞു. സർക്കാർ ഇറക്കുമതി തീരുവ 10% കുറച്ചതിനു ശേഷം പാമോയിൽ വിലയിൽ 16% ഇടിവുണ്ടായി. പാക്കേജിംഗ് ചെലവുകളും ഈ പാദത്തിൽ കുറഞ്ഞു. ഈ ഇടിവ് FMCG കമ്പനികളുടെ ലാഭവിഹിതം ഉയർത്തുമെന്നാണ് ബ്രോക്കറേജ് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വെള്ളിവില കുതിപ്പിലേക്കെന്ന് റിപ്പോർട്ട്. ആവശ്യകതയിലുണ്ടായ വർധനവും വെള്ളി ലഭ്യത കുറവുമാണ് വിലക്കയറ്റത്തിന് പിന്നിൽ. ഇലക്ട്രിക് വാഹനങ്ങൾക്കും സോളാർ എനർജി മേഖലയിൽ നിന്നുമുള്ള ആവശ്യം ഉയർന്നതോടെയാണ് വെള്ളിവിലയും കുതിക്കുന്നത്. ICICI ETF റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2025 അവസാനത്തോടെ വെള്ളി വിപണിയിൽ 3,339 ടണ്ണിന്റെ കുറവ് അനുഭവപ്പെടുമെന്നാണ് പ്രവചനം. ഇത് തുടർച്ചയായ 4ാം വർഷമാണ് വെള്ളി ലഭ്യതയിൽ കുറവ് അനുഭവപ്പെടുന്നത്. അതേസമയം 2022 വെള്ളിയിലെ കുറവ് 7,076 ടണ്ണായിരുന്നു.
സോളാർ പാനൽ വ്യവസായത്തിൽ വെള്ളി നിർണായക ഘടകമായതോടെയാണ് ക്ഷാമം നേരിടാൻ തുടങ്ങിയത്. വൈദ്യുത വാഹനം, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിലെ അവശ്യവസ്തുവുമാണ് വെള്ളി. ഈ മേഖലയിൽ നിന്ന് ഡിമാൻഡ് കൂടിയതും വിലക്കുതിപ്പിന് കാരണമാകുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈന +1 നയത്തിന്റെ പ്രതിഫലനം രാജ്യത്തെ ഫാർമ മേഖലയിൽ പ്രകടമാണെന്ന് ഗോൾഡ്മാൻ സാക്സ്. നിക്ഷേപ താൽപര്യം പ്രകടിപ്പിക്കുന്ന കമ്പനികളുടെ എണ്ണത്തിൽ വർധനവ്. ഫാർമ, ബയോടെക് ഉൽപാദനത്തിലുള്ള പ്രധാന ബദൽ സ്ഥാനമായി ഇന്ത്യ ഉയർന്നുവരുന്നുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. സിൻജിൻ, ന്യൂലാൻഡ്, DV തുടങ്ങിയ കമ്പനികളാണ് ആദ്യഘട്ടത്തിൽ നിക്ഷേപ താൽപര്യം അറിയിച്ചത്. 3 മുതൽ 5 വർഷത്തിനിടയിൽ ഇന്ത്യയ്ക്ക് ഇതിന്റെ സാമ്പത്തിക നേട്ടം ലഭ്യമാവുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചൈനയിൽ നിക്ഷേപം ഇറക്കിയിരുന്ന ആഗോള കമ്പനികളിൽ നിന്ന് മേഖലയിലേക്കെത്തിയ അന്വേഷണങ്ങൾ വലിയ കുതിച്ചുചാട്ടമുണ്ടായിട്ടുണ്ട്. US ബയോസെക്യൂർ നിയമവും ചൈനയ്ക്ക് പകരം മറ്റൊരു രാജ്യത്തേക്ക് നിക്ഷേപം ഇറക്കാൻ കമ്പനികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കമ്പനികൾ ചൈനയിൽ മാത്രം നിക്ഷേപം നടത്തുന്നത് ഒഴിവാക്കുകയും തങ്ങളുടെ ബിസിനസ്സുകൾ മറ്റു രാജ്യങ്ങളിലും തുടങ്ങുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്ത തന്ത്രത്തെയാണ് ചൈന +1 എന്ന് പറയുന്നത്. ചൈനയിൽ ഒരു ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്തും ഫാക്ടറി തുടങ്ങണമെന്നാണ് ഈ നയത്തിന്റെ ചുരുക്കം. അമിതമായ ചൈന ആശ്രയം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിന്റെ IT സ്വപ്നങ്ങളുടെ ആകാശം തുറന്ന് ലുലു ഗ്രൂപ്പിന്റെ കൂറ്റൻ IT സമുച്ചയം ശനിയാഴ്ച പ്രവർത്തനം തുടങ്ങും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്കാണിത്. 30,000 പേർക്ക് തൊഴിൽ ലഭിക്കാവുന്ന പദ്ധതിയാണിത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ലുലുവിന്റെ ട്വിൻ ടവർ ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാക്കനാട് സ്മാർട്ട് സിറ്റിയിലാണ് ഇരട്ട ടവറുകൾ. IT, AI രംഗത്ത് ദക്ഷിണേന്ത്യയിലെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത്. 30 നിലകൾ വീതമുള്ളതാണ് 2 ടവറുകൾ. 35 ലക്ഷം ചതുരശ്ര അടിയാണ് വിസ്തീർണം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റോബോട്ടിക് പാർക്കിംഗ് ഇവിടെയാണ്. 3200 കാറുകൾക്ക് പാർക്ക് ചെയ്യാം. ഹൈസ്പീഡ് ലിഫ്റ്റുകളും ഹെലിപ്പാഡുമുണ്ട്. മികച്ച 2ാം നിര IT നഗരമായി വളർന്നുവരുന്ന കൊച്ചിയുടെ ഭാവി മുന്നിൽ കണ്ടാണ് പദ്ധതി പൂർത്തീകരിച്ചതെന്ന് കമ്പനി ഡയറക്ടറും CEO-യുമായ അഭിലാഷ് വലിയോളപ്പിൽ പറഞ്ഞു. പിന്നെ ബുള്ളറ്റ് പോയിന്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിനേക്കാളും പകുതിയിൽ താഴെ റെന്റ്, ഓഫീസ് റെന്റ്. ബാംഗ്ലൂരിനേക്കാളും 40% ലെസ്, അതായത് 2/3 സ്റ്റാഫ് കോസ്റ്റ്. So all these are giving a big boost to all these companies, because all these companies are working on their profits, or all this because of the current global scenario, everybody is trying to cut their cost also. So they are focusing on tier 2 cities. Because of that, Bangalore, the places like Bangalore is as good as fully occupied. So there is no enough breathing space for the business to IT business to survive. So those people are looking at tier 2 cities. 1500 കോടി ചെലവിൽ 11 വർഷം കൊണ്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത്. കേരളത്തിലെ ചെറുപ്പക്കാരായ യുവതി യുവാക്കൾക്ക് നാട്ടിൽ ജോലി ചെയ്യാനുള്ള അവസ്ഥയുണ്ടാകണമെന്ന ലുലു ചെയർമാൻ MA യൂസഫ് അലിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 4 വൻകിട കമ്പനികൾ പ്രവർത്തനം തുടങ്ങും. മറ്റ് കമ്പനികളുമായി ചർച്ച നടക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ നിഷാദ് MA, ഫഹാസ് അഷ്റഫ്, രജിത് രാധാകൃഷ്ണൻ, NB സ്വരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക് കുറയ്ക്കൽ ബാങ്കുകളുടെ അറ്റപലിശ മാർജിനുകൾക്ക് അനുകൂലമല്ലെന്ന് റിപ്പോർട്ട്. പണലഭ്യത നിക്ഷേപ വളർച്ചയ്ക്ക് നിർണായകമെന്നും ഫിലിപ്പ് ക്യാപിറ്റൽ. റിപ്പോ നിരക്കിലെ കുറവ് ഹ്രസ്വകാലത്തേക്ക് ബാങ്കുകളുടെ ലാഭവിഹിതത്തിൽ പ്രതിഫലിക്കും. റിപ്പോ നിരക്ക് 100 ബേസിസ് പോയിന്റോളമാണ് കുറഞ്ഞത്. ഇതോടെ ഫിക്സഡ് നിക്ഷേപമടക്കമുള്ളവയ്ക്ക് ഉയർന്ന പലിശ ബാങ്കുകൾ നൽകേണ്ടി വരും. എന്നാൽ വായ്പ നൽകുമ്പോൾ കുറഞ്ഞ പലിശയ്ക്ക് നൽകണം. അതായത് പലിശ വരുമാനത്തിൽ ഇടിവുണ്ടാവും. ഇതിന്റെ ഫലമായി 2025-26 സാമ്പത്തിക വർഷം അറ്റ പലിശ മാർജിൻ മിതമായിരിക്കും. 2027 തിരിച്ചുവരവ് നടത്തുമെന്നുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കിയത്. ICICI ബാങ്ക്, DCB, ആക്സിസ്, AU സ്മോൾ ഫിനാൻസ് എന്നിവയ്ക്കുള്ള ആഘാതം കുറവായിരിക്കും. എന്നാൽ IIB, ബന്ധൻ ബാങ്ക് എന്നിവയെ മോശമായി ബാധിക്കാം. 2025 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് വായ്പാ ചെലവുകൾ ദീർഘകാല ശരാശരിയേക്കാൾ താഴെയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. സുരക്ഷിതമല്ലാത്ത വ്യക്തിഗത വായ്പ പോലുള്ളവയിൽ നിന്നുള്ള സമ്മർദ്ദവും മേഖലയ്ക്ക് വെല്ലുവിളിയാവുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 200 രൂപയും ഗ്രാമിന് 25 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 9,070 രൂപയും പവന് 72,560 രൂപയുമായി കുറഞ്ഞു. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 20 രൂപ കുറഞ്ഞു. ഗ്രാമിന് 7,440 രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം നടന്നത്. വെള്ളിവിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. ഗ്രാമിന് 116 രൂപയാണ് വിപണി നിരക്ക്. കേരള വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. അതേസമയം കഴിഞ്ഞ ഉരുൾപൊട്ടലിനെ ഓർമ്മിപ്പിക്കും വിധം വയനാട്, മേപ്പാടി, ചൂരൽമല പ്രദേശങ്ങളിൽ കനത്ത മഴയോടൊപ്പം മലവെള്ളപ്പാച്ചിലുമുണ്ടായി. വിശദാംശങ്ങളുമായി അമൽ ചേരുന്നു. അമൽ, വയനാട് ദുരന്തം വിതച്ച ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത മഴയാണിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർക്കിടയിൽ വീണ്ടും ഭീതി ഉണ്ടായ ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ വടക്കൻ ജില്ലകളിലും മഴ തുടരുകയാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തിനു മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, മഞ്ഞ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും നാളെ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ജൂൺ 27, 28 തീയതികളിൽ മലപ്പുറം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ 26 മുതൽ 28 വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം വയനാട്, മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. 2 ദിവസമായി തുടരുന്ന മഴയിൽ പുന്നപ്പുഴയിൽ വലിയ കുത്തൊഴുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ചൂരൽമലയിൽ മിന്നൽ പ്രളയത്തിന് സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന് താഴെയായി മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ്. ഏതാനും തൊഴിലാളികൾ ഇവിടെ കുടുങ്ങിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഇവർ തിരികെ എത്തിയിട്ടുണ്ട്. ആദ്യം ഉരുൾപൊട്ടലാണെന്നാണ് സംശയിച്ചിരുന്നതെങ്കിലും പിന്നീട് അധികൃതർ ഇത് ഉരുൾപൊട്ടൽ അല്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു. തോട്ടങ്ങളിൽ നിന്ന് നിരവധി തൊഴിലാളികൾ മടങ്ങിപ്പോയിട്ടുണ്ട്. മുൻപ് ഉരുൾപൊട്ടലിൽ രൂപപ്പെട്ട അവശിഷ്ടങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ നിന്നും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മുണ്ടക്കൈ റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ സ്ഥലത്തുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് വയനാട്ടിലെ കബനി നദിയിലെ കാക്കവയൽ സ്റ്റേഷൻ പരിധിയിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും യാതൊരു കാരണവശാലും നദിയിൽ ഇറങ്ങാനോ മുറിച്ചു കടക്കാനോ പാടില്ലെന്നും ജലസേചന വകുപ്പ് അറിയിക്കുന്നു. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും മാറി താമസിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ സുരക്ഷിത ഇടങ്ങളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കേണ്ടതാണെന്നും ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കുന്നുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടങ്ങളിലും സഹായങ്ങൾക്കുമായി 1077 അല്ലെങ്കിൽ 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ അറിയിക്കുന്നു. വിദ്യ. സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴ തുടരുകയാണ്. വയനാട്ടിലും ശക്തമായ മഴ തുടരുന്നു. അതേസമയം സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് സർക്കാരും അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് അമലാണ്. വ്യവസായങ്ങൾക്കുള്ള അനുമതി എളുപ്പത്തിലാക്കി കേന്ദ്ര സംസ്ഥാന പോർട്ടലുകളുടെ ഏകോപനം. കേരളത്തിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോർട്ടലായ കെ-സ്വിഫ്റ്റ് ദേശീയ ഏകജാലക സംവിധാനമായ NSWS-മായി സംയോജിപ്പിക്കുന്നതിലൂടെയാണ് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനവും വ്യവസായ സംരംഭങ്ങളുടെ അനുമതി പ്രക്രിയയും എളുപ്പമാകുന്നത്. ഒന്നിലധികം അനുമതികൾ നേടുന്നതിലെ സങ്കീർണത ഒഴിവാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന വകുപ്പുകൾ തമ്മിലുള്ള അനുമതി പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിനും പോർട്ടലുകളുടെ ഏകോപനം സഹായിക്കും. ഏകീകൃതവും കാര്യക്ഷമവുമായ ക്ലിയറൻസ് പ്രക്രിയ ഉറപ്പാക്കുന്നതിനൊപ്പം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുവാനും ഇത് സഹായകമാകും. NSWS അനുമതിയുടെ തുടർച്ചയായി സംസ്ഥാനത്ത് നിന്നുള്ള സേവനങ്ങൾക്കായി
കെ സ്വിഫ്റ്റ് പോർട്ടൽ നിക്ഷേപകർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. NSWS പ്ലാറ്റ്ഫോമിൽ KYA എന്ന വിഭാഗത്തിലൂടെ നിക്ഷേപകർക്ക് കേരളത്തിലെ ബിസിനസ് പ്രവർത്തനങ്ങൾക്കാവശ്യമായ അംഗീകാരങ്ങൾ അറിയുവാനും സംസ്ഥാന ക്ലിയറൻസുകൾ നേടുന്നതിന് കെ സ്വിഫ്റ്റിലേക്ക് പോകുവാനും സാധിക്കും. ഒന്നിലധികം ലോഗിനുകളില്ലാതെ NSWSന്റെയും കെ സ്വിഫ്റ്റിന്റെയും അനുമതി ഇതിലൂടെ ലഭിക്കും. വിവിധ വകുപ്പ് തല ക്ലിയറൻസുകൾക്കായി ഏകീകൃത അപേക്ഷ സമർപ്പിക്കാൻ സഹായിക്കുന്ന കോമൺ ആപ്ലിക്കേഷൻ ഫോറത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം സാധ്യമാക്കുന്നു. 2 പ്ലാറ്റ്ഫോമുകളിലുമുള്ള അപേക്ഷകളുടെ നില നിക്ഷേപകർക്ക് തത്സമയം ട്രാക്ക് ചെയ്യാനുമാകും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനുള്ള സംരംഭങ്ങളുടെ ഭാഗമായി KSIDC നടപ്പിലാക്കിയ കെ സ്വിഫ്റ്റ് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള അനുമതികൾ നേടുന്നതിനുമുള്ള ഏകീകൃത സംവിധാനമാണ്. ഇന്ത്യയിലുടനീളം വ്യവസായങ്ങൾക്കാവശ്യമായ അപേക്ഷകൾക്കും അനുമതികൾക്കും നിക്ഷേപകരെ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് NSWS. മൈഫിൻ TV, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. അമേരിക്കയുമായുള്ള വ്യാപാര കമ്മി കുറയുമെന്ന് ക്രിസിൽ. ഊർജം, കൃഷി, പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി വർദ്ധിക്കുമെന്നും റിപ്പോർട്ട്. FMCG കമ്പനികൾ അതിവേഗ വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ട്. കരുത്താവുക അവശ്യ വസ്തുവിലയിലെ ഇടിവ്. വെള്ളിവില കുതിപ്പിലേക്കെന്ന് റിപ്പോർട്ട്. ആവശ്യകതയിലുണ്ടായ വർധനയും വെള്ളി ലഭ്യത കുറവുമാണ് വിലക്കയറ്റത്തിന് പിന്നിൽ. ചൈന +1 നയത്തിന്റെ പ്രതിഫലനം രാജ്യത്തെ ഫാർമ മേഖലയിൽ പ്രകടമാണെന്ന് ഗോൾഡ്സ്മാൻ സാക്സ്. നിക്ഷേപ താൽപര്യം പ്രകടിപ്പിക്കുന്ന കമ്പനികളുടെ എണ്ണത്തിൽ വർധന. ലുലു ഗ്രൂപ്പിന്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് ശനിയാഴ്ച പ്രവർത്തനം തുടങ്ങും. 30,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന പദ്ധതി. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.